അമേരിക്ക കഴിഞ്ഞു, അടുത്തത് ജർമ്മനി. ഇതിനകത്ത് നമുക്ക് അമേരിക്കയുടെ കയ്യിൽ എൻ്റെ ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ, അമേരിക്കൻ ഫൈറ്റേഴ്സ് ആയിട്ട്. പക്ഷേ ജർമ്മനിയുടെ അത്ര ഫൈറ്റേഴ്സ് ഒന്നും ഇല്ല കയ്യിൽ. ഈ 3-4 ഞെക്കണ വിളകള സാധനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ തിങ് ഈസ് ജർമ്മൻ ഫൈറ്റേഴ്സ് കണ്ടോ, ഇതിനകത്ത് അമ്മാനും മറ്റേ ബോംബിങ്ങിന്റെ സ്ഥലമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കുഴപ്പമില്ല, ഇതുമായിട്ട് പോവാം. പക്ഷെ ഇവന്മാരുടെ ബോംബിങ്, അമേരിക്കക്കാരുടെ ബോംബിന്റെ അത്ര ഇവന്മാരുടെ ബോംബ് പോരാ. ക്ലൈഡ് ബോംബായിട്ട് പോയിട്ട് കാര്യമില്ല, ഇതുമായിട്ട് പോവാം. ഓക്കെ, നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ, നമ്മൾ പോവുകയാണ്. സ്റ്റെപ്പ് 1, മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുക. അവന്മാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാളും നല്ല ഹൈറ്റിൽ എത്താൻ നോക്കുക. പഴയ നാസി ജർമ്മനി ആയതുകൊണ്ട് പറയുകയല്ല, അവന്മാരുടെ ബോംബർ അത്യാവശ്യം തോൽവിയാണ്. ബോംബറിനകത്ത് അമേരിക്കൻ ബോംബേഴ്സിനെ വെല്ലാൻ പറ്റുന്നത് ഒന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ. വേറെ അഭിപ്രായമുള്ളവർ കാണും. ബട്ട് യൂഷ്വലി ഒരു KI അല്ലേ വരുന്നത്, നാലടി പണിയാകുമെന്ന് തോന്നുന്നു. ഈ വണ്ടി അവിടം വരെ എത്തുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും മുന്നേ നോക്കാം. അപ്പൊ എന്താ പറഞ്ഞു നിർത്തിയത്? നാസി ബോംബേഴ്സ് വലിയ ചുവള്ള സാധനമൊന്നുമല്ല. പിന്നെ ബോംബേഴ്സ് യൂഷ്വലി സെക്കൻഡ് വേൾഡ് വാറിൽ ഇറങ്ങിയ ടൈമിലുള്ളതെല്ലാം ഈസി ടാർഗറ്റ്സ് ആയിരുന്നു. അവനെ ചൂണ്ടാണ്ട് തരുന്നേ. ഐ സ്മെൽ സംതിങ് ഫിഷി. എനിക്കിട്ട് തന്നെ പണിയാൻ പറ്റുന്ന ഇവൻ എന്നാ ഹൈറ്റിലാണോ വരുന്നത്? അവൻ 5000-ന് മുകളിലെന്നാട്ടോ പോകുന്നേ. 1, 2, 3 യവന്മാരെല്ലാം എങ്ങോട്ടോ വന്നോ വരുന്നേ? അവന്മാർ രണ്ടുപേരുടെ കോൺസൈഡ് ആകാനാണ് വന്നത്. സെറ്റിങ്ങുകളൊക്കെ ഒരുപാട് കാണും, പക്ഷെ ഇതിന് ഇത്ര വലിപ്പം ഉള്ളത് കൊണ്ടേ മാനുവറബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പം അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും തകും പുകും വന്നങ്ങ് പോയിട്ടിട്ട് പോകും. സുഹൃത്തുക്കളെ, ഗെയിമിൽ വിശ്വസിക്കുന്നവരെ, എൻ്റെ മരണം അടുത്തിരിക്കുന്നു. ഇനി ഒരുപാട് സമയം ഇതുമായിട്ട് മുന്നോട്ട് പോകും തോന്നുന്നില്ല. തെറ്റി തുടങ്ങിയിരിക്കുന്നു. നീ വന്നപ്പോ എനിക്ക് അറിയാവുന്ന ഈ പണി വരുമെന്ന് തീരുമാനമായില്ലേ? ഓക്കെ, നമുക്ക് ഇനി സാധാ ഫൈറ്റേഴ്സ് ആയിട്ട് പോവാതെ. അവൻ തീർത്തവൻ ഏതായിരുന്നു? ഓക്കെ, സലാങ്കോ നോക്കട്ടെ. ഞാനില്ലേ, ഓപ്പോസിറ്റ് ടീമിലില്ലേ? ഇപ്പൊ നീയോടെ പോയാണ് 3.7 പന്നിയുള്ള വരവ്. ഒരു കാര്യം ചെയ്യും, താൻ വീടുകളെ കാണാൻ ഉണ്ടാക്കുക കേട്ടോ. എന്റെ പട്ടി വരുമ്പോട്ട് നീ വേണമെങ്കിൽ നാളെ തൊട്ട് വാ. ചക്രവർത്തിയായി പോയി. ഓ മൈ ഗുഡ്നസ്. ഈ എവിടാ പാവം പിടിയൊക്കെ ഉണ്ടെന്നാൽ ഒരട്ട ഹാങ്ങാണല്ലോ കൊണ്ടുവരാൻ. അതെ, അതാ കൊന്നു വന്നു. സമയം തീരെ ശരിയല്ല. സോറി കേട്ടോ, നമ്മുടെ പ്രിയൻ തന്നെ. ഇവനായിട്ട് പോവാം. ഇതേറെക്കുറെ എല്ലാം ഒരേ ക്ലാസ്സാണ്, അങ്ങനെ വലിയ വ്യത്യാസമില്ല. ഇതിനകത്ത് ബോംബുണ്ടോ? ബോംബുണ്ട്. എന്റെ കെമ്മന്മാരുടെ സർവാധിപത്യമാണെന്ന് തോന്നുന്നു.
എങ്ങനെ വണ്ടി എടാ ഒരിടത്ത് നിക്കടാ വന്നീ ഇന്ന് തൂറാൻ മുട്ടുന്നുണ്ടോ? ഓ അങ്ങനെ മുമ്പേ പന്നി തീർത്ത് കളഞ്ഞു. അതില് ഒന്നുമില്ലാണ്ട് ഒന്നി കൊണ്ടുവരില്ല കേട്ടാവേ. എടുത്ത് വന്നില്ല ഒരു ഏരയാണത്. ചേട്ടാ എൻ്റെ സ്പീഡ് കുറഞ്ഞാൽ ഒരുപാട് സ്പീഡ് കൂടിയാണ്. ഒരു വിധത്തിൽ മനുഷ്യൻ ഉന്നം പിടിച്ച് വരുമ്പോഴാണ് ഓരോരോ വേട്ടാവളിയന്മാരെ പടച്ച് വിട്ടോളും. നീ ഇവിടെ എന്നാ പണ്ണതുങ്ക പോവണ്ട. ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ നാളെ കാണണ്ടേ? വെറുതെ കിട്ടിയതാണ്. എന്നാലും ചക്കമേ പോലൂ. I think he's more closer. നാളെ ഒന്നുപോലും ഒന്നല്ലല്ലോ ഭർത്താവ്. ആ ചോണണ്ട പിടിയിടാ. ഓ ഈ ചുഴ ഇത്രയും പേരോ? Let me lose the bombs. എന്താ സംഭവിച്ചേ? ഒറ്റ കുട്ടികളെ പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ വന്നു. എന്റെ വാല് പോയി. എന്നാ ഈ കളി അവസാനിപ്പിക്കുകയാണ്. വെറുതെ സമയം കളയണ്ടല്ലോ. സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കിയേക്കാം. 0 ലജ്ജാവഹം.